ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫെഡ് മൊബൈൽ വഴി എങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും പേയ്മെന്റ് ചെയ്യാമെന്നുള്ളതാണ്. മറ്റ് നിരവധി ബിൽ പേയ്മെന്റ് ഓപ്ഷൻസ് ഫെഡ് മൊബൈലിൽ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റും വാട്ടർ ബിൽ പേയ്മെന്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഈ രണ്ട് ഐറ്റം തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ ഇതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഫെഡ് മൊബൈൽ ഓപ്പൺ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് പേ ബിൽസ് എന്നൊരു ഹെഡിങ് കാണാം. ഇതിന്റെ താഴെയായിട്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന പേജിൽ നിന്ന് നമ്മുടെ സർവീസ് പ്രൊവൈഡറിനെ സെലക്ട് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ KSEB ആണ് നമുക്ക് പവർ തരുന്നത്. സോ KSEBക്ക് ആണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. ഇനി ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ബെസ്കോം എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് പവർ തരുന്നത്. സോ നമ്മളുടെ സെലക്ട് യുവർ പ്രൊവൈഡർ നെയിം എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത് കൺസ്യൂമർ നമ്പർ ആണ്. നിങ്ങളുടെ ബില്ല് നോക്കി ബില്ലുള്ള കൺസ്യൂമർ നമ്പർ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. തുടർന്ന് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് നമ്മുടെ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ കഴിയുന്നതാണ്. കൺസ്യൂമർ നമ്പർ, കൺസ്യൂമർ നെയിം, ബിൽ എമൗണ്ട് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും കാണാം. ഇത് നിങ്ങൾ തന്നെയാണെന്നുള്ളത് വെരിഫൈ ചെയ്തതിനു ശേഷം താഴെയുള്ള പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന പേജിൽ മോളിൽ വ്യൂ ഡീറ്റെയിൽസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിൽ ഡീറ്റെയിൽസ് ഒന്നും കൂടി കാണാൻ കഴിയുന്നതാണ്. അതിന് താഴെയായിട്ട് നമുക്ക് നമ്മളുടെ ഡെബിറ്റ് അക്കൗണ്ടുകൾ കാണാൻ പറ്റും. അപ്പം നമുക്ക് ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഈ എമൗണ്ട് പോകേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെയുള്ള പേ ബിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന എംപിൻ പേജിൽ നമ്മളുടെ എംപിൻ എൻട്രി ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മളുടെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. സോ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഗെറ്റ് റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ നടത്തിയ പേയ്മെന്റിന്റെ റെസിപ്റ്റ് കിട്ടുന്നതാണ്. സോ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പൊ നമുക്ക് ഇതുപോലെ ഒരു റെസിപ്റ്റ് കിട്ടുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇത് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ലഭ്യമാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ ബിൽ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് വാട്ടർ ബിൽ അടയ്ക്കാം. ഇതുപോലെ തന്നെയാണ്. ഇതിനായിട്ട് നമ്മുടെ ഫെഡ് മൊബൈലിന്റെ ഹോം പേജിലുള്ള പേ ബിൽസ് എന്നുള്ള സെക്ഷനിലേക്ക് വരിക. ഇവിടെ വാട്ടർ എന്ന ഐക്കൺ കാണാൻ പറ്റുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഈ പേജിൽ നമുക്ക് പ്രൊവൈഡറിനെ സെലക്ട് ചെയ്യേണ്ടതാണ്. കേരളത്തിലാണെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയാണ് നമുക്ക് വാട്ടർ തരുന്നത്. സോ നമുക്ക് അവർക്കാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. ഓരോ ഏരിയയിലും അതുപോലെ ഒരു നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്ന പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. ആ പ്രൊവൈഡേഴ്സിനാണ് ബില്ല് ചെയ്യേണ്ടത്. അതുപോലെ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡുള്ള കമ്പനിയാണ് നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നത്. സോ ഞാനിവിടെ പേയ്മെന്റ് ചെയ്യുന്നത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ പേയ്മെന്റ് ആണ് ഇവിടെ ചെയ്ത് നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. നമുക്ക് ഈ അടുത്തതായിട്ട് കൊടുക്കേണ്ടത് RR നമ്പർ ആണ്. സോ ബില്ലിൽ നിങ്ങൾക്ക് ഒരു RR നമ്പർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺസ്യൂമർ ID, അങ്ങനെ ഓരോ കമ്പനിക്കും അത് വ്യത്യസ്തമായിട്ടായിരിക്കും ഈ ഒരു ടേം ഉപയോഗിക്കുക. ഇപ്പം നാട്ടിൽ നമ്മുടെ വാട്ടർ അതോറിറ്റിന്റെ ഒക്കെ ആണെങ്കിൽ കൺസ്യൂമർ ID എന്നാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇവിടെ അവർ RR നമ്പർ എന്നാണ് പറയുന്നത്. സോ എന്തായാലും ഇതൊരു യൂണീക്ക് ID ആയിരിക്കും. അതായത് കമ്പനികൾക്ക് അണ്ടറിൽ അതായത് കസ്റ്റമേഴ്സിന് യൂണീക്ക് ആയിട്ടുള്ള ഒരു ID ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഈ ID നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് നമ്മുടെ ബിൽ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ കഴിയുന്നതാണ്. ഇവിടെ പേര്, എമൗണ്ട്, ബിൽ നമ്പർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും കാണാം. ഇതൊക്കെ നിങ്ങളുടെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. സോ വന്നിരിക്കുന്ന പേജിൽ വ്യൂ ഡീറ്റെയിൽസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നതാണ്. തുടർന്ന് താഴെ നമ്മൾ ഡെബിറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യണം. നിങ്ങളുടെ ഡെബിറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം എംപിൻ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ വിജയകരമായിട്ട് വാട്ടർ ബിൽ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഗെറ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കിട്ടിയ പോലെ ഒരു റെസിപ്റ്റ് ജനറേറ്റ് ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ്. സോ നമുക്ക് സ്വന്തമായിട്ടൊരു ടെലഗ്രാം ചാനൽ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും ഈ ചാനൽ വഴി തരുന്നതാണ്. താല്പര്യമുള്ളവർ നമ്മളുടെ ടെലഗ്രാം ചാനലിലേക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.